റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ശംഖുപൊട്ടുന്ന വേദനയോടെ ഒരു പെണ്ണ് വരികയാണ്. ഇംറഅത്തുൻ കാനത്ത് ഫീ സിഖത്തിൽ മദീന, മദീനയുടെ മലയോര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കാണ്. റസൂലുള്ളാഹി ഇരിക്കുന്ന സ്ഥലം അവർക്കറിയില്ല. അതുകൊണ്ട് വഴിയിൽ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു, ദല്ലൂനി അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ എവിടെയാണുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരിക, അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണുള്ളതെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരിക. അവര് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആ പ്രിയപ്പെട്ട പെണ്ണ് ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ആ പെണ്ണ് പറയുന്നു, എന്റെ അപരാധം അല്ല പൊറുക്കോ നബിയേ, എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമോ നബിയേ. ആരംഭ റസൂല് പറഞ്ഞു, എന്ത് തെറ്റാണ് പെണ്ണെ നീ ചെയ്തത്? ആ പെണ്ണ് പറയുന്നു, ലോകത്തൊരു പെണ്ണും ചെയ്യാത്ത തെറ്റാ, ലോകത്തൊരുമ്മയും ചെയ്യാത്ത തെറ്റാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ തെറ്റിന്റെ വലിപ്പം എത്രയാണ്? സഹാബികളൊക്കെ സന്ദേഹത്തോടെ കാത്തിരിക്കുന്നു. ആ പെണ്ണ് പറയുന്നു, നബിയേ, ഇന്ന സൗജി വഅന്നി ഫസനൈതു, എന്റെ ഭർത്താവ് എന്തെടുത്തില്ലാത്ത കുറെ നാളുകളുണ്ടായിരുന്നു നബിയേ, എന്റെ ഭർത്താവ് എന്തെടുത്തില്ലാത്ത കുറെ സമയമുണ്ടായിരുന്നു നബിയേ. എന്റെ പെങ്ങളെ 3 ദിവസത്തെ 9 മണിക്കൂർ കൊണ്ട് പറഞ്ഞാ തീരാത്ത പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം അല്പം നീണ്ടുപോകുന്നതിൽ നിങ്ങൾ സങ്കടം പ്രകടിപ്പിക്കല്ലേ. ഇത് പറഞ്ഞു തീർത്ത് കൽബ് വെളിച്ചമാക്കണ്ടേ നമുക്ക്. അതുകൊണ്ട് തിരക്കുകളൊക്കെ മാറ്റി കുറച്ച് സമയമൊന്ന് കാത്തിരിക്കുക. എനിക്ക് ക്ഷീണമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് തിരക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമുള്ള ഉസ്താദുമാരുടെ പൊരുത്തമുള്ള സ്ഥാപനത്തിന്റെ ചോട്ടിലിരുന്ന് പറയുമ്പോ അതൊരു വല്ലാത്ത പൊരുത്തത്തിന് കാരണമാണ്. അത് മനസ്സിൽ കരുതിയിട്ടാണ് എല്ലാം മറന്ന് നിങ്ങളോട് പറയുന്നത്. ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് കുറച്ചു ദിവസം എന്റെ വീട്ടിലില്ലായിരുന്നു നബിയേ. ഭാര്യമാര് ചിന്തിക്കുക, ഭർത്താവ് ഗൾഫിലേക്ക് പോയ ഭാര്യമാര് ചിന്തിക്കുക, എത്ര കാമുകന്മാരാണ്, എത്ര രഹസ്യക്കാരാണ്, എത്ര മിസ്കോളുകളാണ്, എത്ര കമന്റുകളാണ്, എത്ര മെസ്സേജുകളാണ്, എത്ര വാട്സപ്പ് കോളുകളാണ്, IMO ആണ്, വീഡിയോ കോളുകളാണ്. പെണ്ണെ, ദുനിയാവ് അങ്ങനെയാണ്, രസങ്ങളുടെ കൂത്തുകൊണ്ട് നിറഞ്ഞ നരകത്തിന്റെ ഒരു ഭാഗമാണ്. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഈ പെണ്ണിന്റെ മനസ്സ് പൊട്ടിയിട്ടാണ് വന്നത്. നബിയേ, അങ്ങനെ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ ഒരു തെറ്റു മാത്രമാണോ ചെയ്തത്? അല്ല റസൂലേ, അല്ല നബിയേ, അല്ല. ഞാൻ വ്യഭിചരിച്ചിട്ട് ഞാൻ ഗർഭവതിയായി, എനിക്കതിലൊരു കുഞ്ഞുണ്ടായി നബിയേ, അതിലൊരു കുഞ്ഞിന്റെ ഉമ്മയായി ഞാൻ. എന്റെ ഭർത്താവ് വരുമ്പോ അറിയില്ലേ, എന്റെ ഭർത്താവ് വരുമ്പോ അറിയില്ലേ, വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്ന് ഞാനൊന്നറിയൂലേ. അതുകൊണ്ട് നബിയേ, എന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് സുറുക്ക അടച്ചു വെച്ചിരിക്കുന്ന ഒരു പെട്ടിയുണ്ടായിരുന്നു നബിയേ. എന്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് സുറുക്ക അടച്ചു വെച്ചിരുന്ന ഒരു പെട്ടിയുണ്ടായിരുന്നു നബിയേ. ഞാൻ പ്രസവിച്ച പൊന്നുമോളെ, ഞാൻ പ്രസവിച്ച തങ്കക്കൂടത്തെ ഞാൻ ആ പെട്ടിക്കകത്തിട്ട് അടച്ചിട്ട് കൊന്നുകളഞ്ഞു നബിയേ. ഞാൻ ആ പെട്ടിക്കകത്തിട്ട് അടച്ചിട്ട് കൊന്നുകളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹാബികള് കരയാ തുടങ്ങി പ്രിയപ്പെട്ടവര്, കണ്ണീരൊടുക്കാ തുടങ്ങി പ്രിയപ്പെട്ടവര്. എന്നിട്ട് ആ പെണ്ണ് നിർത്തുന്നില്ല നബിയേ, തീർന്നില്ല നബിയേ, തീർന്നില്ല. ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്ന, വാൽഖൈത്തുൽ വലദ ഫീ മിനൽ ഖല്ലി, ഫീ മിനൽ ഖല്ലി, സുർക്കയുടെ പെട്ടിക്കകത്ത് ഞാൻ ആ കുഞ്ഞനെയിട്ട് അടച്ചു വെച്ചു നബിയേ. ഹത്താ മാത്താ, അവസാനം ആ കൂടിനകത്ത് കിടന്നുകൊണ്ട് എന്റെ കുഞ്ഞു മരിച്ചുപോയി നബിയേ. ആ കൂടിനകത്ത് കിടന്ന് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മരിച്ചുപോയി നബിയേ. തീർന്നില്ല റസൂലേ, എന്റെ ഭർത്താവ് വന്ന് എന്റെ വീടിന്റെ കം പരിശോധിക്കുമ്പോ അത് കണ്ടുപിടിച്ചാലോ എന്ന് ചിന്തിച്ചിട്ട് അതൊരു സുറുക്കയുടെ പെട്ടിയാണ് എന്ന് കരുതിയിട്ട് ഞാനത് കമ്പോളത്തിൽ കൊണ്ടുപോകും. ഞാനതിനെ കച്ചവടം ചെയ്തു നബിയേ. ഞാനതിനെ കൊണ്ടുവന്ന് സുറുക്കയാണെന്ന് പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ ശരീരം അലിഞ്ഞു ചേർന്നു പോയ ആ പെട്ടിയെ കൊണ്ടുവന്ന് കമ്പോളത്തിൽ കൊണ്ടുവന്ന് ഞാൻ കച്ചവടം നടത്തിയെന്ന് പറയുമ്പോ ആ
റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന സഹാബികൾ നിലവിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ പെണ്ണിന് അല്ലാഹു പുറത്തു കൊടുക്കുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിലേറെ വലിയ പാപം ചെയ്താലും പൊട്ടിക്കരഞ്ഞ അല്ലാഹു അവൾക്കും അവൾക്ക് കുടുംബത്തിനും തെമ്മാടികൾക്കും പുറത്തു കൊടുക്കുന്നതാ. പക്ഷേ റസൂലുള്ള പറയുന്നു, എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെങ്ങനെ തെറ്റ് ചെയ്യാ തോന്നിയതെന്നറിയോ? പഠിച്ചോ, പ്രധാന പോയിന്റ് പഠിച്ചോ. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൽമായിട്ട് സ്വീകരിച്ചോ. എന്തുകൊണ്ടാണ് ഈ പെണ്ണിനെ വ്യഭിചരിക്കാൻ, ഈ പെണ്ണിനെ തെറ്റ് ചെയ്യാൻ, ഈ പെണ്ണിനെ തെമ്മാടിത്തരം ചെയ്യാൻ ഇങ്ങനെ മനസ്സ് വരുന്നത് എന്തുകൊണ്ടാ? പെങ്ങളെ വ്യഭിചരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? ചെറുപ്പക്കാരാ ഹറാമ് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ പെണ്ണിന് ഇത്തരം തെറ്റുകൾ ചെയ്യാൻ തോന്നിയത് അസ്ർ നമസ്കാരം കലാക്കുന്നവര് ലോകത്ത് വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ മരിക്കൂല്ല. ആ പെണ്ണ് പറഞ്ഞു, നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ അസ്ർ നമസ്കാരം സമയത്ത് നിസ്കരിച്ചിട്ടില്ല നബിയേ. എന്റെ ജീവിതത്തിൽ ഞാൻ അസ്ർ നമസ്കാര സമയത്ത് നിസ്കരിച്ചിട്ടില്ല നബിയേ. എന്റെ ഉമ്മ നമ്മളെത്ര ചെറുതായി കണ്ടുപോയ കാര്യമാ. റമളാൻ മാസത്തിലെ ഏറ്റവും ക്ഷീണത്തിന്റെ സമയം അസ്റിന്റെ സമയമാ. ഉറക്കം വരുന്ന സമയം അസ്റിന്റെ സമയമാ. കളാക്കല്ലേ, ഒഴിവാക്കല്ലേ, ഉപേക്ഷിക്കല്ലേ. ആരംഭ റസൂല് പറഞ്ഞു, അസ്ർ നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ കാലില്ലാത്തവൻ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അവനാ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ഉമ്മത്തെ തെറ്റ് ചെയ്യാൻ തോന്നുന്നത് നമസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ടാ. പ്രത്യേകിച്ച് അസ്ർ നമസ്കാരത്തിനോട് കളിക്കല്ലേ, അസ്ർ നമസ്കാരത്തെ നിസാരമാക്കല്ലേ, അസ്ർ നമസ്കാരത്തെ ചെറുതാക്കല്ലേ, അസ്ർ നമസ്കാരത്തെ ഒഴിവാക്കല്ലേ. അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശമായിരിക്കും. അല്ലാഹുവേ, അല്ലാഹുവേ, ചെറിയ പ്രായത്തിൽ മക്കളെ നമസ്കരിപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേയല്ല, നോമ്പ് പിടിപ്പിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേയല്ല. എന്നിട്ട് നമസ്കാരം കളയില്ലാത്ത കുടുംബം, നമസ്കാരം ഒഴിവാക്കാത്ത കുടുംബം, വ്യഭിചരിക്കാത്ത കുടുംബം, കള്ളുകുടിക്കാത്ത കുടുംബം, ഹറാമ് തിന്നാത്ത കുടുംബം, ഹറാമ് ചെയ്യാത്ത കുടുംബം. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ കൊതിയാണ്. ഈ സദസ്സിന്റെ പ്രാർത്ഥനയിലൂടെ അതിനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കും.